ജീവിതം കാഴ്ചയായി ഞാൻ നൽകിടുന്നിതാ. ദൈവമേ തവ കൈകളിൽ മോദമോടെ ഞാൻ ജീവിതം കാഴ്ചയായി ഞാൻ നൽകിടുന്നിതാ. ദൈവമേ തവ കൈകളിൽ മോദമോടെ ഞാൻ പുണ്യവും പാപവും എന്റെ സർവവും ദൈവമേ നൽകിടാം ദിവ്യ കൈകളിൽ. മിശിഹായിൽ സ്നേഹമുള്ളവരെ, ഈ പള്ളി ഇടവക കണ്ണമ്പുഴ വീട്ടിൽ സെബിയുടെയും ലിജയുടെയും മകൾ ലിഡ സെൻ സെബിയും ആയത്തുപടി പള്ളി ഇടവക തോപ്പിലാൻ വീട്ടിൽ ജോണിയുടെയും ആനീസിൻ്റെയും മകൻ റിനിലും തമ്മിലുള്ള വിവാഹ വാഗ്ദാനത്തിന് സാക്ഷ്യം വഹിക്കുവാനായിട്ടാണ് നാം എല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം ഈ ദേവാലയത്തിലേക്ക് ഈ കർമ്മത്തിനായിട്ട് ഞാൻ സ്വാഗതം ചെയ്യുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാന പ്രത്യാശ ഇപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാതെ ദുഷ്ടാരൂപയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പ്രാർത്ഥിക്കാൻ സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ വിളി സ്വീകരിച്ച് വിവാഹതൽബന്ധരായി ഹൃദയൈക്യത്തിൽ ജീവിക്കുവാനുള്ള തങ്ങളുടെ സമ്മതം പരസ്യമായി പ്രഖ്യാപിക്കുവാൻ അങ്ങയുടെ സന്നിധിയിൽ വന്നിരിക്കുന്ന ഈ വിവാഹാർത്ഥികളെ ആശീർവദിക്കണമേ. മാതൃകപരമായ കുടുംബജീവിതത്തിന് തങ്ങളെ തന്നെ ഒരുക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം അധ്യായം 13 1 മുതൽ 7 വരെ ഗുരു ആശീർവദിക്കുന്നു. സഹോദരിയെ അനുഗ്രഹിക്കട്ടെ. ഞാൻ മനുഷ്യരുടെയും ദൈവദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചേങ്ങലയോ ചിലമ്പുന്ന കൈത്താളമോ ആണ്. എനിക്ക് പ്രവചനപരമുണ്ടായിരിക്കുകയും സകല രഹസ്യങ്ങളും ഞാൻ ഗ്രഹിക്കുകയും സകല വിജ്ഞാനവും മനകളെ മാറ്റാൻ തക്ക വിശ്വാസവും എനിക്കുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഞാനൊന്നുമല്ല. ഞാൻ എൻ്റെ സർവ്വസമ്പത്തും ദാനം ചെയ്താലും എൻ്റെ ശരീരം ദഹിപ്പിക്കാൻ വിട്ടുകൊടുത്താലും സ്നേഹമില്ലെങ്കിൽ എനിക്ക് ഒരു പ്രയോജനവുമില്ല. സ്നേഹം ദീർഘക്ഷമയും ദയയുമുള്ളതാണ്. സ്നേഹം അസൂയപ്പെടുന്നില്ല, ആത്മപ്രശംസ ചെയ്യുന്നില്ല, അഹങ്കരിക്കുന്നില്ല. സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, കോപിക്കുന്നില്ല, വിദ്വേഷം പുലർത്തുന്നില്ല, അത് അനീതിയിൽ സന്തോഷിക്കുന്നില്ല, സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു. സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു, സകലത്തെയും അതിജീവിക്കുന്നു. അരുളിടും സുവിശേഷം ദൈവികമാ ജീവൻ നൽകിടും. കേൾക്കുവാൻ കാതുകൾ തുറന്നിടാം.
ഹൃദയത്തിൽ വചനം അരുളിടും സുവിശേഷം ദൈവികമാം ജീവൻ നൽകിടും കേൾക്കുവാൻ കാതുകൾ തുറന്നിടാൻ ഹൃദയത്തിൽ വചനം നിറച്ചിടാൻ. നമുക്ക് ശ്രദ്ധാപൂർവം തന്നെ പരിശുദ്ധ സുവിശേഷം ഗ്രഹിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 15 9 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ച് എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയാണ്. ഇതാണ് എൻ്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. നമ്മുടെ കർത്താവായ യേശുവിന്റെ സ്തുതി. സ്നേഹ ബഹുമാനപ്പെട്ട വികാരിച്ച് നവീനച്ച, പ്രിയ സഹോദരി സഹോദരന്മാരെ, നമുക്ക് പ്രിയപ്പെട്ട ലിഡ റിനിൽ, ഇപ്പോൾ ഇവിടെ നടക്കുന്നത് ഒരു വിവാഹമല്ല. ഞങ്ങൾ ക്രിസ്തീയ വിശ്വാസത്തിനും ക്രിസ്തീയ മൂല്യങ്ങൾക്കും അനുസൃതമായി വിവാഹം കഴിച്ച് കുടുംബജീവിതം നയിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ആ ആഗ്രഹം, അവരുടെ തീരുമാനം സഭയെ ഔദ്യോഗികമായിട്ട് അറിയിക്കുന്ന ഒരു ചെറിയ കർമ്മമാണ്. വിവാഹത്തിന് രണ്ടുപേരും ഒരുങ്ങിയിട്ടുണ്ട്. വിവാഹത്തിന് ഒരുങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആ ദിവസത്തെ ചടങ്ങുകൾക്ക് ഒരുങ്ങിയിട്ടുണ്ട് എന്നല്ല ഉദ്ദേശിച്ചത്. വിവാഹ ജീവിതത്തിന് രണ്ടുപേരും മാനസികമായും ആത്മീയമായും ഒരുങ്ങിയിട്ടുണ്ട് എന്ന് ഞങ്ങളൊക്കെ വിശ്വസിക്കുക. നമ്മൾ നടത്തിയ പ്രാർത്ഥനയിൽ പറയുന്നുണ്ട്, വിവാഹ ജീവിതത്തിൻ്റെ മാഹാത്മ്യം മനസ്സിലാക്കുവാനും വിവാഹ ജീവിതത്തിന് വേണ്ടി സ്വയം സജ്ജരാകുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. വിവാഹ ജീവിതത്തിൻ്റെ കുടുംബജീവിതത്തിൻ്റെ മാഹാത്മ്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് റിനിലും ലിഡായും ഇതിനൊരുങ്ങി സമ്മതം അറിയിക്കുന്നത് എന്ന് നമുക്ക് വിശ്വസിക്കാം. വിവാഹ ജീവിതത്തിൻ്റെ ഗുണങ്ങളും അതിൽ ഓരോരുത്തരും നടത്തേണ്ട ത്യാഗങ്ങളും ഒക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാം. അയിത്തുപടിയെക്കുറിച്ച് പറയുമ്പോൾ രൂപതയിൽ എല്ലാവർക്കും അഭിമാനമാണ്. ഇടവക്കാരെല്ലാവരും കൂടി പണിതുണ്ടാക്കിയ ഒരു പുതിയ ദേവാലയമാണ് അയിത്തുപടി ദേവാലയം. ഇടവക്കാർ പണിതുണ്ടാക്കി എന്ന് പറയുമ്പോൾ ഇടവക്കാർ തന്നെ പണിതു, അതാണ് അതിൻ്റെ പ്രത്യേകത. ഇതും അതിനുശേഷം പണിതൊരു ദേവാലയമാണ്. ഇതും ഇടവക്കാർ പണിത് തന്നെയാണ്. പക്ഷേ അവർ ഈ ആയിത്തപ്പടിയിലെ ആളുകൾ പണിതുപോലെ ഉള്ള പണികൾ ചെയ്തിട്ടില്ല.
ഇതിന് വേണ്ട പണങ്ങളും മറ്റു സഹകരണങ്ങളുമൊക്കെ ഏഴുവക്കാർ നടത്തി. അപ്പോൾ ഒരു പുതിയ പള്ളിയിൽ നിന്ന് ഒരു പുതിയ പള്ളിയിലേക്കാണ് ലിഡ പോവുക. ഈ അവസരത്തിൽ വിവാഹത്തിന് ഞങ്ങൾ സമ്മതമാണ്, വിവാഹ ജീവിതത്തിന് സമ്മതമാണ് എന്നറിയിക്കുവാൻ റിനിലും ലിഡായും വന്നിരിക്കുന്ന ഈ സാഹചര്യത്തിൽ 3 കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഇത് ഒരു കുദാശയാണ്. കുദാശകളുടെ ലിസ്റ്റിൽ വിവാഹം അവസാനം വരുന്ന 7ാമത്തെ കുദാശ. പക്ഷേ ദൈവം ആദ്യം സ്ഥാപിച്ച കുദാശ വിവാഹമാണ്. മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായിട്ട് ദൈവം സൃഷ്ടിക്കാൻ തീരുമാനിച്ചപ്പോൾ സ്ഥാപിതമായൊരു കുദാശയാണ് വിവാഹം. മറ്റതൊക്കെ പിന്നീടുമാണ്. ഈ കുദാശയുടെ പ്രത്യേകത എന്താ? സ്ത്രീയെയും പുരുഷനെയും ദൈവം യോജിപ്പിച്ചു. വിവാഹത്തിന് കർമ്മങ്ങൾക്ക് ഒരുപക്ഷെ ആ സുവിശേഷ ഭാഗം നമ്മൾ വായിച്ചു കഴിഞ്ഞു. ഇരുവരും മാതാപിതാക്കന്മാരെ വിട്ട് ഇരുവരും സമർപ്പിക്കുകയും പരസ്പരം സമർപ്പിക്കുകയും ഒന്നായിത്തീരുകയും ചെയ്യും. ദൈവം യോജിപ്പിച്ചു, മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ദൈവം യോജിപ്പിച്ചു, മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. അപ്പോൾ ഇതൊരു കുദാശയാണെന്നും ദൈവം യോജിപ്പിക്കുന്നതാണെന്നും അതിന് യാതൊരു യോജിപ്പിച്ചതിന് യാതൊരു ഭംഗവും കൂടാതെ മരണം വരെ നിലനിൽക്കേണ്ട ഒരു ബന്ധമാണ് ഇതെന്നും മനസ്സിലാക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുക. അത് നിങ്ങൾ രണ്ടുപേരും മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് വിചാരിക്കും. ഇന്നത്തെ കാലഘട്ടത്തിന് ചില പ്രത്യേകതകളുണ്ട്. ഞാൻ പറഞ്ഞു, ദൈവം ആദ്യം സ്ഥാപിച്ച കുദാശയാണ് വിവാഹം. പക്ഷെ ഇന്നൊക്കെ ഈ കുദാശയ്ക്കൊന്നും വലിയ അർത്ഥമില്ല, പ്രാധാന്യമില്ല എന്ന് ചിന്തിക്കുന്നവർ കൂടി വരുന്നുണ്ട്. അത് പറയാൻ കാരണം നമ്മുടെ തന്നെ ചില മക്കൾ ക്രൈസ്തവമല്ലാത്ത ക്രൈസ്തവ വിശ്വാസത്തിനും മൂല്യങ്ങൾക്കും നിരക്കാത്ത രീതിയിൽ വിവാഹിതരാകുന്നുണ്ട്. ഇപ്പോൾ ഒരു ഇൻ്റർ റിലീജിയസ് ഒരു ക്രിസ്ത്യൻ ഒരു ഹിന്ദുവിനെ ഒക്കെ കല്യാണം കഴിക്കുമ്പോൾ അത് പള്ളിയിൽ വെച്ച് ഒരു കുദാശയായിട്ട് നടത്താതിരിക്കുമ്പോൾ ഒരു ഹോളിൽ പോയി ഒരു ആചാരം, ഒരു കല്യാണമൊക്കെ നടത്തി അത് വലിയ ആഘോഷമാണ്. വലിയ ആഘോഷമായിട്ട് നടത്തുന്നു. അങ്ങനെ നടത്തുമ്പോൾ അത് നൽകുന്ന സന്ദേശം എന്താണ്? ഈ വിവാഹം എന്ന കുദാശയൊക്കെ പഴഞ്ചനാണ്. നമുക്കിഷ്ടപ്പെട്ടവരെ അതാരായാലും ഏത് വിഭാഗത്തിൽപ്പെട്ടതായാലും കഴിക്കാം, അതൊന്നും ഒരു തെറ്റല്ല എന്ന് വിശ്വസിക്കുന്ന ഗണം ഇന്ന് വർദ്ധിച്ചു വരികയാണ്. ആ ഒരു സാഹചര്യത്തിലാണ് റിനിലും ലിഡായും ക്രൈസ്തവ വിശ്വാസത്തിനും മൂല്യങ്ങൾക്കും അധിഷ്ഠിതമായി വിവാഹം കഴിച്ച് കുടുംബജീവിതം നയിക്കാൻ ആഗ്രഹിച്ചു വന്നിരിക്കുന്നത്. അതിൽ വളരെ സന്തോഷിക്കുകയും അഭിമാനിക്കുകയും ചെയ്യുന്നു. അപ്പോൾ മക്കളെ, ഇതൊരു കുദാശയാണ്, ദൈവം യോജിപ്പിച്ചതാണ്, മനുഷ്യൻ വേർപെടുത്താൻ പാടില്ല എന്ന് ദൈവം അറിയിക്കുന്നു. അങ്ങനെ തന്നെ ജീവിക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ. രണ്ടാമത്തെ കാര്യം, ഇതൊരു വിവാഹം എന്നത് ഒരു എക്സ്ക്ലൂസീവ് ബോണ്ടാണ്, എക്സ്ക്ലൂസീവ് റിലേഷൻഷിപ്പാണ്. എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്താവ് 2 പേര്, അതൊരു പ്രത്യേകമായിട്ടുള്ളൊരു ബന്ധമാണ്. വേറെ ആർക്കും ആ ഒരു ബന്ധത്തിലേക്ക് പ്രവേശനം ഇല്ല. മൂന്നാമതൊരാൾക്ക് ഈ ബന്ധത്തിലേക്ക് കടക്കാൻ പാടില്ല. അതുകൊണ്ടാണ് അതിനെ എക്സ്ക്ലൂസീവ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. മൂന്നാമതൊരാൾ നിങ്ങളുടെ ഇടയിലുണ്ടാകണം, അത് ഈശോയാണ്. ഈ 2 പേരെയും ഇത്ര ചേർത്ത് നിർത്തുന്നത്
വേർപിരിയാൻ പാടില്ലാത്ത പറ്റാത്ത ഒരു ബോണ്ടായിട്ട് ചേർത്ത് നിർത്തുന്നത് അത് ഈശോ ആണ്. ആ ഈശോ നിങ്ങളുടെ ഇടയിലില്ലെങ്കിൽ യോജിപ്പിന് ബലക്കുറവ് വരും, അപ്പോൾ പ്രശ്നങ്ങളുണ്ടാകും. അതുകൊണ്ട് ഈശോ എന്നും നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക. മൂന്നാമത്തെ കാര്യം, തിരുക്കുടുംബത്തെ മാതൃകയാക്കി. നസ്രത്തിലെ തിരുക്കുടുംബം എന്തുകൊണ്ടാണ് ഔസേപ്പിതാവും മാതാവും ഉണ്ണീശോയും ഉൾപ്പെടുന്ന ആ കുടുംബത്തെ തിരുക്കുടുംബം എന്ന് വിളിക്കുന്നത്? 2 കാരണങ്ങളാണ്. ഒന്ന്, ദൈവപുത്രനായ ഈശോ ആ കുടുംബത്തിലുണ്ട്, അതുകൊണ്ട് അത് തിരുക്കുടുംബമാണ്. രണ്ടാമത്തെ കാര്യം, മാതാവും ഔസേപ്പിതാവും എപ്പോഴും ദൈവത്തിരുവിഷ്ടം മനസ്സിലാക്കി ദൈവത്തിരുവിഷ്ടം മാത്രം നിറവേറ്റി ജീവിച്ചവരാണ്. അവിടെ മറ്റൊരിഷ്ടമില്ല. തങ്ങളുടെ ഇഷ്ടങ്ങളെല്ലാം ദൈവത്തിരുവിഷ്ടത്തിന് അവർ മാറ്റിവെക്കും. ഔസേപ്പിതാവ് കല്യാണം കഴിച്ച് മറിയവുമായിട്ട് ജീവിച്ച് മക്കളും ഒരു കുടുംബമൊക്കെ ആയിട്ട് ജീവിക്കാൻ ആഗ്രഹിച്ച് വന്ന മനുഷ്യനാണ്. പക്ഷേ ആ ഔസേപ്പിനെ ദൈവം നിയോഗിച്ചത് മറിയത്തിൻ്റെ കുഞ്ഞിൻ്റെ വളർത്തുപിതാവാകാനും മറിയത്തിൻ്റെ കാവൽക്കാരനുമാകാനും. അപ്പോൾ ഔസേപ്പിതാവിൻ്റെ ഇഷ്ടം മാറ്റിവെച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം സ്വീകരിക്കാനായിട്ട് ദൈവം തിരുമനസ്സായി. ദൈവം തരുന്ന മക്കളെ സന്തോഷത്തോടെ സ്വീകരിക്കുക, അവരെ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർത്തിക്കൊണ്ടുവരിക. അങ്ങനെ ആത്മീയമായിട്ടും മാനസികമായിട്ടും ഒരുങ്ങി വിവാഹത്തിന് സജ്ജരാകണം, വിവാഹ ജീവിതത്തിന് സജ്ജരാകണം എന്നീ അവസരത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാ ആശംസകളും നിങ്ങൾക്ക് നേരുന്നു. ദൈവം റിനിലിനെയും ലിഡായെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. സ്വർഗീയ മണവാളനായ ക്രിസ്തു തൻ്റെ മണവാട്ടിയായ സഭയെ സ്നേഹിക്കുകയും അവൾക്ക് വേണ്ടി സജീവൻ അർപ്പിക്കുകയും ചെയ്തു. സഭ അവിടത്തോട് വിശ്വസ്ത പുലർത്തുകയും ചെയ്തു. ക്രിസ്തീയ വിവാഹത്തിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾ വിവാഹത്തിൻ്റെ ഈ ഔദാസിക സ്വഭാവം മനസ്സിലാക്കി ഉത്തരവാദിത്തബോധത്തോടെയും പൂർണ്ണ മനസ്സോടും കൂടി വിവാഹത്തിൽ പ്രവേശിക്കാൻ നിശ്ചയിച്ചിരിക്കുന്നുവെന്നും പരസ്യമായി പ്രഖ്യാപിക്കുവാൻ സഭ നിങ്ങൾക്കിപ്പോൾ അവസരം നൽകുകയാണ്. അതിനാൽ നിങ്ങളുടെ സമ്മതം ഇപ്പോൾ വ്യക്തമാക്കാം. മിശിഹായുടെ നിയമം തിരുസഭയുടെ നടപടിയുമനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോട് പൂർണ്ണമായ സമ്മതത്തോടു കൂടി ഇടയെ ഭാര്യയായി സ്വീകരിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നതും മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയുമനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി റിനിലിനെ ഭർത്താവായി സ്വീകരിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നതും. സാക്ഷികൾ, നിങ്ങൾ ഈ വിവാഹ വാഗ്ദാനത്തിന് സാക്ഷികളാണല്ലോ. നിങ്ങളുടെ വിവാഹ വാഗ്ദാനം സഫലമാകാൻ സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് വധുവരന്മാരെ പ്രത്യേകമാവിധം അനുഗ്രഹിച്ച് മിശിഹായുടെ സാന്നിധ്യം അനുഭവിച്ചും അവിടുത്തെ സ്നേഹത്തിൽ ആശ്രയിച്ചും പ്രാർത്ഥനയെതിരായി വിവാഹത്തിന് ഒരുങ്ങുവാൻ കാരുണ്യവാനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ തീരുമാനത്തിൽ വെച്ച് നിൽക്കുവാനും സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടെ വിവാഹം എന്ന കൂതാശ സ്വീകരിക്കുവാനും നിങ്ങൾക്ക് അവിടുന്ന് കൃപ നൽകട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും അവിടെ നിങ്ങളെ സമ്പന്നരാകട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. നിങ്ങളെയും നിങ്ങളെ സ്നേഹത്തിൽ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുത്ത എല്ലാവരെയും ദൈവം ആശീർവദിക്കട്ടെ, ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും. ആമേൻ. Here we stand, the world awaits. We'll let the stars tonight light the way. Hand in hand, through light or
is the start of something beautiful. When the wind moves along your face, it captures everything I long to say. So don't look back, love, and don't you wait. Just say you'll run with me, come what may. Under the starlight we'll find our way, I know. This is the start of something beautiful. With you by my side, there's no place that we can't go. 'Cause this is the start of something beautiful. Something beautiful. Here we stand, the world awaits. It's your love, I know, that gives me strength. Under the starlight we'll find our way, I know. This is the start of something beautiful. With you by my side, there's no place that we can't go. This is the start of something.
കാത്തിരുന്ന നമ്മുടെ ആ ഒരു മൊമെന്റിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. സോ ദ ന്യൂലി എൻഗേജ് കപ്പിൾസ് ഹാസ് ജോയിൻഡ് us on the stage. സോ ഏറ്റവും ആദ്യം നല്ലൊരു കൈയടി കൊടുക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു ഫോർ ദിസ് ബ്യൂട്ടിഫുൾ ന്യൂലി എൻഗേജ് കപ്പിൾസ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻസ് റിനിൽ ആൻഡ് ലിഡ, ലുക്കിംഗ് വെരി ബ്യൂട്ടിഫുൾ ടുഗെദർ. ആൻഡ് ഇവരെ രണ്ടുപേരെയും നമുക്ക് എല്ലാവർക്കും സുപരിചിതരാണ്, എങ്കിലും ഇറ്റ്സ് മൈ ഡ്യൂട്ടി ടു ഇൻട്രൊഡ്യൂസ് ദം ഇൻ ഫോർമൽ. ഇവരെ ഒന്ന് ഫോർമലായിട്ട് പരിചയപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നു. സോ സ്റ്റാർട്ടിംഗ് വിത്ത് ദ ഗ്രൂം, Mr. Renal Anthony belongs to Thopulan family, grandson of late Mr. Thopulan Estamnos and late Mrs. Mariam Estampanos from paternal side, and grandson of late Mr. Vateli Ausep and Mrs. Elia Ausep from maternal side. And Renal completed his diploma in mechanical engineering and currently doing plywood trading at Perumbavoor. And now about the beautiful bride, Miss Lida Sen Sebi belongs to Kannampura family, granddaughter of late Mr. K.K. Joseph and Mrs. Annam Joseph from her paternal side, and Mrs. Rosalie Jose and late Mr. K.P. Jose from maternal side. Lida completed her teacher's training course from St. Joseph, Karuguti. So this is all about them. ഇനി ഇവരുടെ രണ്ടുപേരുടെയും ഫാമിലീസിനെ സ്റ്റേജിലേക്ക് വെൽക്കം ചെയ്യാനുള്ള സമയമാണ്. ബട്ട് ബിഫോർ ദാറ്റ് ഇവർക്ക് രണ്ടുപേർക്കും എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാനുള്ള ഒരു സമയം കൂടിയാണ് അല്ലേ. ഒരുപാട് നാളായിട്ട് കാത്തിരിക്കുന്ന ഒരു ബിഗ് ഡേ സെലിബ്രേഷൻ ആണ്. സോ ഹൗ ഡു യു ഫീൽ അറ്റ് ദിസ് വെരി റൈറ്റ് മൊമെന്റ്? ആരാണ് ഏറ്റവും ആദ്യം പറയുന്നത്? റിനിൽ, ലിഡ? ഓക്കെ, ലിഡ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. എന്താ ഈ ഒരു മൊമെന്റിൽ എല്ലാവരോടും പറയാനുള്ളത്? എല്ലാവർക്കും താങ്ക്സ്, ഇങ്ങനെ ഒരു വേദി ഒരുക്കി തന്നതിലും ഇങ്ങനെ ഒരു നല്ലൊരു കുടുംബജീവിതത്തിലേക്ക് നയിക്കുന്നതിലും എല്ലാവർക്കും നന്ദി പറയുന്നു. യെസ്, നല്ലൊരു കൈയടി പോരട്ടെ, നല്ല ഉഷാറായിട്ട് ഇങ്ങോട്ട് പോരട്ടെ. യെസ്, ആൻഡ് റിനിൽ, ഹൗ ഡു യു ഫീൽ? ഇന്നിവിടെ വന്ന എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിച്ചോളൂ. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. ആൻഡ് ഇനി നമ്മൾ രണ്ടുപേരുടെയും ഫാമിലീസിനെ സ്റ്റേജിലേക്ക് വിളിക്കുന്നതിന് മുൻപ് നമുക്ക് ചെറിയൊരു ടാസ്കിലേക്ക് കടന്നാലോ? റിനിൽ റെഡിയാണോ? റെഡി? ഓക്കെ, അപ്പോൾ നമുക്ക് ലിഡനെ മുന്നേ പ്രപ്പോസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും, അതുകൊണ്ടാണല്ലോ ലിഡ ഓൾറെഡി യെസ് ഒക്കെ പറഞ്ഞ് ഇവിടെ നിൽക്കുന്നത്. പക്ഷെ നമുക്ക് എല്ലാവർക്കും കാണാനായിട്ടൊരു ആഗ്രഹമുണ്ട്. സോ റിനിൽ, നമുക്ക് ഈ ഒരു സ്റ്റേജിൽ വെച്ച് ലിഡയെ ഒന്ന് പ്രപ്പോസ് ചെയ്താലോ? ഓക്കെ, റെഡിയാണ്? ലിഡ റെഡിയാണോ? യെസ്. അപ്പോൾ രണ്ടുപേരും ഒന്ന് ഫ്രണ്ടിലേക്ക് കയറി നിന്നോളൂ. നമുക്ക് മൈക്കിൽ പറയിക്കാം അല്ലേ, അതല്ലേ നല്ലത്? അപ്പോൾ റിനിൽ രണ്ട് വാക്ക് ലിഡയെക്കുറിച്ച് പറയുന്നു. ഏതൊരു മൊമെൻറ്റിലാണ് ലിഡയായിട്ട് ലിഡയാണ് എൻ്റെ ലൈഫ് പാർട്ട്ണർ എന്ന് തോന്നിയ ഒരു മൊമെൻറ്റ് എന്താണ്, അതിനുശേഷം പ്രപ്പോസ് ചെയ്യുന്നു. റെഡി? കണ്ടപ്പോൾ ഇഷ്ടമായി, അത് പറഞ്ഞു. Will you marry me? ഓക്കെ, അപ്പോൾ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഉത്തരം വേണമല്ലേ. അപ്പോൾ ഏതൊരു മൊമെന്റിലാണ് റിനിലാണ് എൻ്റെ ലൈഫ് പാർട്ട്ണർ എന്ന് തോന്നിയത്, അതൊന്ന് പറഞ്ഞിട്ട് ആ ഒരു ചോദ്യത്തിനൊരു ഉത്തരം കൂടെ കൊടുത്തോളൂ. ഓക്കെ? എല്ലാം കൊണ്ടും എനിക്ക് റിനിലെ ഭയങ്കര ഇഷ്ടമായി, അതുകൊണ്ട് എനിക്ക് റിനിലാണ് എൻ്റെ ലൈഫ് പാർട്ട്ണർ. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. ആൻഡ് ഒരു കാര്യം കൂടെ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരാൾക്ക് ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ടായിരിക്കും അല്ലേ. സോ ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്വാളിറ്റി എന്തായിരിക്കും? ലിഡയുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി എന്താണെന്ന് ചോദിച്ചാൽ റിനിൽ എന്ത് പറയും? നല്ല സ്വഭാവമാണ്, ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ എല്ലാം പറഞ്ഞാൽ കേൾക്കല്ല, ഭയങ്കര ഇതാണ്. എല്ലാം പറഞ്ഞാൽ കേൾക്കും അല്ലേ, നല്ല സപ്പോർട്ടീവ് ആണോ? അതെ, യെസ്. ആൻഡ് റിനിലിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്വാളിറ്റി എന്താണെന്ന് ചോദിച്ചാൽ ലിഡ് എന്ത് പറയും? ഭയങ്കര ഹെൽപ്പിംഗ് ആണ്, ഭയങ്കര കെയറിംഗ് ആണ്. കെയറിംഗ് ആണ്. എനിവേ, നല്ലൊരു കൈയടി പോരട്ടെ. ആൻഡ് ലിഡ, യു ആർ സച്ച് എൻ ഇന്നസെന്റ് സോൾ. അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഭയങ്കര ഇന്നസെന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ആരും പറഞ്ഞിട്ടില്ല. എങ്കിൽ അത് മനഃപൂർവ്വം പറയാത്തതായിരിക്കും. നല്ല ഇന്നസെന്റ് ആണ് ലിഡ. ഓക്കെ, ആൻഡ് ഇനി നമ്മൾ ഒട്ടും വൈകാതെ രണ്ടുപേരുടെയും ഫാമിലീസിനെ സ്റ്റേജിലേക്ക് വെൽക്കം ചെയ്യുകയാണ്. സോ ലെറ്റ് മീ വെൽക്കം ദ ബ്രൈഡ്സ് ഫാമിലി ഫസ്റ്റ്. Father Mr. Sebi Joseph, working as a teacher at St. Mary's High School, Vindala, and mother Mrs. Lija Mol Sebi belongs to Kallukaran family, is a lovely homemaker. So നല്ലൊരു കൈയടിയോടെ കൂടെ രണ്ടുപേരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. And now
let me welcome Rinil's parents, Father Mr. T.E. Anthony, ex-sawmill owner and timber merchant, and Mother Mrs. Annie's belongs to Vatteli House, is a lovely homemaker. So നല്ലൊരു കൈഡിയോട് കൂടെ രണ്ടുപേരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. Please welcome Mr. T.E. Anthony and Mrs. Annie's onto the stage. Let me welcome the siblings. So ini rendu perudeയും siblings ne welcome cheyanulla samayana. So starting with the bride's sibling, Mr. Jose Sen Sebi, completed petroleum engineering and currently working in Kuwait. Please welcome onto the stage nalloru kaidiyodu kude Jose Sen ne vediyilekku swagatham cheyukayanu. And now let me welcome Rinil's elder brother, Mr. Linson Anthony, completed his diploma in mechanical engineering and working as marine service engineer at Aries Marine, Sharjah. And now, last but not the least, Lida's grandmother, Mrs. Rosalie Jose, is a retired teacher. So, നല്ലൊരു കൈഡിയോട് കൂടെ അമ്മാമ്മയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. Please welcome Mrs. Rosalie Jose onto the stage. Okay, so thank you so much. And now we are moving on to the official ceremonies. നമ്മൾ official ceremoniesലേക്ക് കടക്കുകയാണ്. So first we have the candle lighting ceremony. So I request the newly engaged couples along with the family to kindly step forward to the candle. Candle അടുത്തേക്ക് ചേർന്ന് നിൽക്കാനായിട്ട് കപ്പിൾസിനോടൊപ്പം ഫാമിലി മെമ്പേഴ്സിനെയും സ്വാഗതം ചെയ്യുകയാണ്. The center candle will be lightened by the newly engaged couples Rinil and Lida. രണ്ടുപേരും ചേർന്ന് ആദ്യത്തെ സെന്ററിലുള്ള തിരി തെളിയിക്കുന്നു. അതിനുശേഷം ഇരുവശങ്ങളിലുള്ള തിരികൾ രണ്ടുപേരുടെയും ഫാമിലീസ് ആയിരിക്കും തെളിയിക്കുന്നത്. വിശ്വം കാക്കുന്ന നാഥ വിശ്വൈകനായക ആത്മാവിലെറിയുന്ന തീയണയ്ക്ക് നിന്നാത്മചൈതന്യം നിറയ്ക്കൂ ആത്മചൈതന്യം നിറയ്ക്കൂ. So now we are moving on to the cake cutting ceremony. So ഇനി നമ്മൾ കേക്ക് കട്ടിംഗ് സെറമണിയിലേക്കാണ് കടക്കുന്നത്. So വീണ്ടും couples along with the family members name couples name cake cutting ceremonyക്ക് വേണ്ടി ഇൻവൈറ്റ് ചെയ്യുകയാണ്. इश्क में दिल बना है, इश्क में दिल फना है, ओ मिटा दे या बना दे, मैंने तुझको चुना है, ओ तेरे सारे रंग ओढ़ के डंग ओढ़ के तेरा हुआ मैं सबको छोड़ के, इश्क नहीं करना नाप तोल के राज खोल के आया हूँ मैं सबको बोल के. Now we are moving on to the wine toasting ceremony. So അടുത്തതായി നമ്മൾ wine toasting ceremonyയിലേക്ക് കടക്കുന്നു. So രണ്ടുപേർക്കും വൈൻ ഗ്ലാസസ് ഹാൻഡ് ഓവർ ചെയ്യുന്നത് രണ്ടുപേരുടെയും ബ്രദേഴ്സ് ആണ്. സോ ബ്രദേഴ്സിനെ ഞാൻ അതിനായിട്ട് ഇൻവൈറ്റ് ചെയ്യുന്നു. നല്ലൊരു ചിയേഴ്സ് പറയുന്നു ആദ്യം, അതിനുശേഷം രണ്ടുപേരും പരസ്പരം ഷെയർ ചെയ്യുകയാണ്. ഗ്ലാസ് പൊട്ടരുത്, ചിയേഴ്സ് ഉറക്കെ പറഞ്ഞു. Okay, so now you can share each other. ഗ്ലാസ് പൊട്ടാഞ്ഞത് ഭാഗ്യം അല്ലേ? इश्क में दिल बना है, इश्क में दिल फना है, ओ हंसा दे या रुला दे, मैंने तुझको चुना है, ओ दुनिया कहती इश्क भूल है, बेफजूल है,
झूम लूं मैं उर्दू की किताब सा है इश्क ख्वाब ख्वाब सा है मेरा बेहिसाब सा है तेरे लफ्ज चूम लूं मैं उर्दू की किताब सा है जग तेरे लिए छोड़ी इश्क में दिल बना छोड़ी इश्क में दिल बना खो गया बाजारी जब हुस्न दिखाने जाएगी होश उड़ाने वाली शौक नजर के जो पेच लड़ाने जाएगी अरे बहन के इतना ज़ेवर कहना तेज हवा से बच के रहना गिर जाए तो फिर ना कहना झुमका गिरा दे हाय झुमका ओए झुमका हाय झुमका झुमका व्हाट झुमका व्हाट झुमका व्हाट झुमका
കാലോലം തുമ്പിപ്പെണ്ണാളെ ഈ മുല്ലക്കൊമ്പേലാടാനായി നീയും കൂടാമോ ഹേ കാലോലം തുമ്പിപ്പെണ്ണാളെ ഈ മുല്ലക്കൊമ്പേലാടാനായി നീയും കൂടാമോ കാലോലം കന്നിക്കൂറുമ്പേ മൂവന്തിന്റെ പാടാനായി നീയും പോരാമോ Every moment has led us to this day. Every journey that brought us to this place. We're filled with wonder that words couldn't ever contain. This is what we've been waiting for. At the dawn of forevermore, we can stand on this ground so sure. This is what we've been waiting for. When the morning light brings us to our feet, we'll keep chasing what we were meant to be. We can feel it, we're ready for anything. This is what we've been waiting for. At the dawn of forevermore, we can stand on this ground so sure. This is what we knew we would find, leaving all of our doubts behind. We can stand on this ground so sure. This is what we've been waiting for. Give our dreams to the rising sun. Make our way, we have just begun. We're closer to heaven, there's so much ahead of us. We'll give our dreams to the rising sun. Make our way, we've just begun. We're closer to heaven, there's so much ahead of us. This is what we've been waiting for. At
अलग तुझ में असर कुछ है कि दिखता नहीं मगर कुछ है। फिदा हूँ मैं तो एक नजर बस, एक नजर बस, एक नजर तक के लगे भी तो ये और किधर अब और किधर दिल संग तेरे लग के सही वो भी लगे मुझको। गलत तुझ में अगर कुछ है, अलग तुझ में असर कुछ है। तुमसे किरण धूप की, तुमसे सियाह रात है। तुम बिन मैं बिन
अपनी खबर कुछ है अलग, तुझ में असर कुछ है। तुमसे किरण धूप की, तुमसे सियाह रात है, तुम बिन मैं बिन तुम कुछ हाथ है।
chasing trails in firelight. I remember that same night we fell in love all over again. In the glow of the moonlight, holding you close beside, felt my heart racing, looking in your eyes. To be young and wild and having no cares, it's so different when love is in the air. I've been missing the moments we were there. Take me back in time and driving through the clouds and gazing at them stars. It's so beautiful with you.